സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മളൊരു പത്രസമ്മേളനം നടത്താറ്. അവിടെ എനിക്ക് ചെറിയ പനി, ചെറിയ വലിയ പനി വന്നുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റാതെ പോയി. അപ്പോഴും പനി വിട്ട് മാറിയിട്ടിരുന്നാലും ഈ ചൂടോടെ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. സിനിമ ഏതായാലും കുറച്ച് പേരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിനിമയെപ്പറ്റി നമ്മൾ ഒരുപാട് വിശദീകരിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കും. പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ മാത്രമാണ്. പക്ഷേ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇവരോട് ചോദിക്കും. ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല. സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെപ്പറ്റി ചോദിക്കേണ്ട, സിനിമയെ കാണാത്തവർക്ക് സ്പോയിലർ ആകാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും മറുപടിയും ആകുന്നതാണ് നല്ലത്. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹം. ഞങ്ങൾ അതിനോട് സഹകരിക്കുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സമയത്തായി ഒരിക്കൽ കൂടി സംസാരിക്കും. Good evening. I'm very happy to be here. എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ മലയാളത്തിൽ ഇങ്ങനെ ഇറങ്ങി സെഞ്ചിരിക്കാൻ, പക്ഷെ ഇപ്പോൾ സാർ അടുത്തിരിക്കുമ്പോൾ കുറച്ച് നെർവസ് എനിക്ക്. അതുകൊണ്ട് ഐ ട്രൈ ആൻഡ് ഗെറ്റ് ഓവർ ദ നെർവസ്നെസ്. Today I'm very happy to be here for sure, sharing this space with sir. ഞാൻ ഈ ഓൾമോസ്റ്റ് ഒരു 8 to 9 months മുമ്പ് ഞാൻ ഈ കഥ ഡോക്ടർ നീരജിനെ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു ഇതിപ്പോൾ ഇതാണ് ട്രെൻഡ്, പക്ഷേ ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ്, ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓഫ് ദിസ് ഡൊമിനിക്, ഈ ക്യാരക്ടർ ട്രാവൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എങ്ങനെയത് മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാൻ ഒരു 3 months ആയി. സാറിൻ്റെ അടുത്ത് ഇത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ടു മെനി ഫിലിംസ് അത് കേരള വേണമെന്ന് ചോദിച്ചു. Then I said, sir, listen to the story. I'm sure you'll like it. And sir heard the story and he immediately said, we will start shoot in 10 days. And 6 months only, we finish the project. And so I'm very happy to have directed sir and in a film that's produced by him. And I had the support of a great story by Dr. Neeraj and this wonderful team and cast that's sitting next to me. Hello everyone. Sir Sonamadri, it was a very blessing to be here today in front of all of you to speak this way. And a very responsibility kodutanga sir enakku okay solli enna cast pannadukku appuram I hope I've lived up to it. Ellaru paathu ungaloda feedback enna solunga. So more than anything, I'm extremely happy to be here. I'm extremely happy to be a part of this project with such wonderful people. Thank you. എല്ലാവർക്കും നമസ്കാരം. പടം ഞാൻ ഇന്നാണ് കണ്ടതിന് ശേഷം പ്രേക്ഷകരെ പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. കാരണം ഐ തിങ്ക് ഒരു അഡോറബിൾ മമ്മൂക്കനെ നമുക്ക് ഈ പടത്തിലൂടെ കിട്ടിയായിരുന്നു. ഭയങ്കര ഒരു പ്ലഷറബിൾ ജേർണി ആയിരുന്നു വാച്ചിങ് മമ്മൂക്ക ആസ് ഡൊമിനിക്. അതിൻ്റെ ഗ്ലിംസസ് അദ്ദേഹത്തിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സെൻസ് ചെയ്തു. സോ ഐ എസ്പെഷ്യലി ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ഇൻ ദ ഫിലിം. So dream come true moment for me because having ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഒരു മമ്മൂക്കായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അത് ഈ സിനിമയിലൂടെ കിട്ടി. അതും ഒരു ഗൗതം മേനോൻ ഫിലിമിലൂടെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം, ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ആൻഡ് താങ്ക്സ് മമ്മൂട്ടി കമ്പനി ആൻഡ് ഗൗതം മേനോൻ ഫോർ considering me for this small role. Great reviews. എല്ലാ ഓൺലൈൻ മീഡിയയിലും ഗ്രേറ്റ് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഹവ് നോട്ട് പേഴ്സണലി സീൻ ദ ഫിലിം. ഞാൻ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്, വൈകുന്നേരം കാണും. സോ വെരി എക്സൈറ്റഡ് ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ആൻഡ് താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അസോസിയേഷൻ്റെ പാർട്ടാവാൻ. ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നതും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്, ഒരു പേഴ്സണാണ് മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിൽ വരുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൾസോ ഗൗതം സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി.
അപ്പോൾ ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് ഇന്നലെ തൊട്ട് നല്ല റിവ്യൂസാണ് നമ്മൾ എല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിയ സന്തോഷമാണ് ഈ ഒരു മൂവിയുടെ പാർട്ടാവാൻ സാധിച്ചത്. സോ താങ്ക് യു മമ്മൂക്ക, താങ്ക് യു ഗൗതം സർ, താങ്ക് യു മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേരം സർ. താങ്ക് യു. അല്ല, ഞാൻ പ്രത്യേകിച്ച് അവരോട് അഭിപ്രായങ്ങളല്ല, അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടി ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ചുകൂടെ നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരെടുത്തിപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത് ഇയാൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റും ഗുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റുകളൊന്നും പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും ഗുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക്ക് അങ്ങനെ ഒരു ഗുസ്തിക്കാരൊന്നുമല്ല. അയാൾ തൽക്കാലത്തേക്കൊരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിൽ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 100 പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടെന്ന് നമ്മളിവിടെ. ഞാനും ചെയ്തിട്ടുണ്ടില്ലെന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത്. സാധാ പറഞ്ഞ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാം. അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗർ പാടുകൾ ഉണ്ടായില്ലേ. അപ്പോൾ അതൊരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സിനിമ പ്രേക്ഷകൻ്റെ സിനിമാ ബോധങ്ങളുടെ വളർച്ചയാണ് അത് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്കൊണ്ട് സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ, അന്ന് പെട്ടുപോയില്ല എന്ന് വിചാരിച്ചങ്ങ് ചെയ്തു പോയില്ല. അത് വളരെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനിന്ന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റർ കാര്യം കൈ പിടിച്ചു. അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. അതൊരു ഫാൻ ബോയ് മൂമെന്റ് ആണ് എൻ്റെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് സാർ ഡൊമിനിക്കായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി അതൊക്കെ ഇഷ്ടമുള്ളത്. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, അതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാരായണന്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ടതിന് ശേഷം മമ്മൂക്കാനോടാണ് കൂടുതൽ ഇഷ്ടം. കാണുന്നവരെ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാലോ അതങ്ങനെയാണെന്നുള്ളത്. അപ്പൊ മമ്മൂക്ക എപ്പോ വിളിച്ചാലും ഞാൻ റെഡിയാണ്. അപ്പൊ മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും